ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും ബീവിപുരം ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇനി അങ്ങോട്ട് വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ കടയായിട്ട് തുടങ്ങാം. നമുക്ക് എല്ലാ കടയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് കട, രണ്ട് സൈഡിലും ഒരുപാട് കടയുണ്ട്. നമുക്ക് ആദ്യം എന്ത് ട്രൈ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഗോബി മഞ്ചൂരി മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, കുറച്ചൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേട്ടോ, ഒരു കിഡിൽ ഐറ്റം. നമ്മൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് അപ്പോൾ കൊള്ളാല്ലേ? അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലം എന്താന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോയി ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇനി എന്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വേണം നോക്കാം. അപ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായി ഇതൊക്കെ കണ്ടപ്പോൾ, ഏത് കഴിക്കണം എന്ത് കഴിക്കണം എന്നൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം ഈ പനീർ ഐറ്റംസ് ഒക്കെയാണ്, പനീർ ഐറ്റംസ് ആണ് ഏറ്റവും അധികം സ്റ്റോളിലുള്ളത്. അപ്പോൾ ഇത് ഒരു ബദാം മിൽക്കിൻ്റെ കടയാണ്. അപ്പോൾ അത് നല്ല കിടിലൻ ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇനി അധികം ട്രൈ ചെയ്യാത്ത സാധനങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ ഒരു നമ്മുടെ നാട്ടിലെ നൊങ്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ അധികം കഴിക്കുന്നതുകൊണ്ട് ഞാനതും വാങ്ങിയില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇവിടെ അധികം നിന്ന് കഴിക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഇരുന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പ് ഒന്നല്ല, പക്ഷെ അതൊരു വൈബാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ദോശാസ്, വടാപ്പാവ്, പാവ് ബജി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഗൈസ്. അപ്പം നമുക്ക് ബോളി വാങ്ങാം, നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ബോളി. ഇതെന്തോ സാധനം ഗൈസ്? ഇതിനകത്ത് 3 ഫില്ലിങ്സ് വരുന്ന ബോളിയുണ്ട്. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി, അവരപ്പോൾ തന്നെ ചെയ്തു തരും. ബോളി കല്ലിലിട്ടിട്ടുണ്ട്. ഇനിത് റെഡിയായി കിട്ടട്ടെ ഗൈസ്. അപ്പം നമ്മുടെ ഗീ ബോളി ഇട്ടിട്ടുണ്ട്, നല്ല ചൂട് ബോളി. അപ്പം ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കഴിച്ചു നോക്കും. അപ്പം നല്ല ഭയങ്കര ചൂട് സാധനമാണ്. ഒന്ന് തണുത്തോട്ടെ. എങ്ങനെയുണ്ട്? ഗൈസ്, അപ്പം ഞാൻ കഴിച്ചു നോക്കാം. കൊള്ളാം ഗൈസ്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുമ്പോഴത്തെ ബോളി തന്നെയാണ്, എന്നാലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ നല്ല നെയ്യൊക്കെ വീത്തി കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുറച്ച് കടകൾ നോക്കിയിട്ടൊന്ന് പോവാം. ജസ്റ്റ് ഞങ്ങളൊന്നിവിടെ വന്ന വഴിക്ക് കയറിയതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കടകൾ നോക്കി ജസ്റ്റ് പോവാം. അപ്പോൾ ഇതൊരു ജിലേബി കടയാണ്.
നല്ല വെറൈറ്റി ജിലേബി ഇവിടെ കിട്ടും. അവർ തന്നെ ചെയ്ത് നല്ല ഫ്രഷ് ജിലേബി കിട്ടും. പക്ഷേ ഞാൻ വാങ്ങി ട്രൈ ചെയ്തില്ല. ഇങ്ങനെ ഈ സ്വീറ്റ്സ് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങി ട്രൈ ചെയ്തില്ല. എനിക്ക് ഈ സ്പൈസി ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കൂടുതൽ വാങ്ങി ട്രൈ ചെയ്തില്ല. പിന്നെ ബോളി നമ്മുടെ എപ്പോഴും സെറ്റാണല്ലോ, ട്രിവാൻഡ്രംകാർക്ക് ബോളി എന്തായാലും ഒരു ഹരമാണല്ലോ, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. ദോശ വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതും നടന്നില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എന്ത് കഴിക്കാമായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരു കൺഫ്യൂഷനായിരുന്നു. എന്നാൽ രണ്ട് സൈഡും ഇങ്ങനെ കുറേ സ്റ്റോളൊക്കെ കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷനായി, എന്ത് കഴിക്കണം ഏത് കഴിക്കണം എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഡിഷസ് കൂടുതൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പോയി. അപ്പോൾ ഇതും പനീറിൻ്റെ ഒരു കുറേ വെറൈറ്റീസ് തന്നെ ഉണ്ട് പനീറിൻ്റെ. അപ്പോൾ എനിക്കൊന്ന് കൺഫ്യൂഷനായി, ഇത് എന്തൊക്കെ സാധനമാണ്, ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ സ്മോക്ക് ഐസ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷെ അതിൻ്റെ റേറ്റ് ഭയങ്കര റേറ്റായിപ്പോയി. അങ്ങനെ ഞാൻ അതവിടെ വിട്ടിട്ട് അടുത്ത സംഭവം നോക്കി വന്നു. അപ്പോൾ ഇത് ദോശ വെറൈറ്റീസാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ഞാൻ പാവ് ബജി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, സാധനം സെറ്റാക്കി കിട്ടട്ടെ. കഴിച്ചപ്പോൾ ഇവിടെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് പാവ് ബജിയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇപ്പോൾ കോലിസോഡ വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. പക്ഷേ സാധനം കിട്ടിയപ്പോൾ ഗോലിയുമില്ല, സോഡ വാങ്ങി. പക്ഷെ അതിനാണെങ്കിൽ 50 രൂപ. ഇത് ഈ കിട്ടിയ ഒരു ചെറിയ ഗ്ലാസ്സിന് 50 രൂപയാണ്. അപ്പോൾ അവിടെ നോക്കി സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ഇതുപോലെ നല്ല പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ സംഭവം വലിയ ടേസ്റ്റൊന്നുമില്ല, നമ്മളിവിടുത്തെ നോർമൽ സോഡ നാരങ്ങ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ കഴിച്ചിട്ട് തേഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ ഗൈസ്. അപ്പോൾ വാങ്ങിയ ആൾ തന്നെ തേഞ്ഞു പോയി. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിയിട്ട് അത് എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ, അപ്പോൾ കളഞ്ഞില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കയറി വേറെ സൈഡിൽ കൂടെ പുറത്തിറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്ന് കയറിയത്. ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും വാങ്ങി ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങി ട്രൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നവരാണെങ്കിൽ ഫുഡ് അടിക്കാൻ വേണ്ടി കണക്കിന് വരണം, വയറൊഴിപ്പിച്ചിട്ടിട്ട് വേണം വരാൻ. എന്നാലും നമുക്കിവിടെ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കാൻ പറ്റും, അത്രയും കടകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.